സകല പ്രശ്നത്തിനും കാരണിക്കാം. എന്നിട്ട് വെറുതെ ആളാവാൻ നിൽക്കുക. എടാ സൈത്ത്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിനക്ക് മനസ്സിലായിട്ടോ? സ്വയം പ്രഖ്യാപിത മാസ്റ്റർ പ്ലാൻ. തനിക്ക് വേണ്ട നിയമങ്ങൾ സ്വയം ചുറ്റെടുക്കും. ഔട്ടോ? ഇതുവരെ ഔട്ടല്ലായിരുന്നല്ലോ. അതിനിത് ആദ്യമായിട്ടല്ലേ? ഇന്നു മുതൽ ചെടിയിൽ തട്ടി വരുന്ന പിടിച്ച ഔട്ടാ. അതൊരു നല്ല ഔട്ടാണ്. ഹരിയേട്ടാ, അങ്ങനെ പുതിയ നിയമം ഉണ്ടാക്കുമ്പോൾ എടങ്കോലിട ഹരിയാണ്. പണ്ടവരെ പറമ്പായതുകൊണ്ടാണോ എന്നറിയില്ല, നിയമം മാറണമെങ്കിലേ ഹരി വിചാരിച്ചാലേ പറ്റൂ. അതെ, മരത്തുമ്മ തട്ടിയിട്ട് ഈ ക്യാച്ച് ഔട്ടാവുന്നുള്ള കാര്യമുണ്ടല്ലോ, വേൾഡ് കപ്പിൽ വന്നാൽ പോലും ഇവിടെ മാറ്റാൻ പറ്റില്ല. ഇവിടുത്തെ നിയമമുണ്ടല്ലോ, അതങ്ങനെയൊന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റൂല സൈത്ത്. ശരിക്കും അസൂയ തോന്നുന്ന പ്ലെയർ ദിലീപാണ്. പക്ഷെ അവൻ കളിക്കണമെങ്കിൽ ഓൻ തന്നെ തീരുമാനിക്കണം. ദിലീപേട്ടാ, 2 4 അടിക്കുന്നത് ജയിച്ചടുത്ത കളി കളിക്കാം. ചങ്ങായിനോട് അങ്ങനെ പറയേണ്ട വല്ല കാരണം എനിക്ക്. ഞാൻ മുട്ടി കളിക്കോ? കണ്ടില്ലേ, അങ്ങനെ ഒരു സൈക്കോണ് അവൻ. പിന്നുള്ളത് സന്ദീപ്, ഗിരി, അഭിലാഷ്, അനി, കിഷോർ, കുട്ടാപ്പി. സന്ദീപിന് കളിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം സന്ദീപിനെ അറിയാത്തുള്ളൂ. ഗ്രൗണ്ടിലെ ന്യൂജനാണ് ഗിരി. മോഡലിങ്ങിനൊക്കെ പോകുന്നവനെ. ഹരിയുടെ ബ്രദർ. കുറിക്കൊള്ളണ തമാശകളൊക്കെ പറഞ്ഞ് അവൻ എതിർ ടീമിനെ തകർക്കും. 18 വയസ്സായാലൊക്കെ കോല് കൊണ്ടാണ്, സൂക്ഷിച്ചോളി. ഭാഗ്യം നമുക്ക് 32 വയസ്സായത് അല്ലേ അർമ്മ? നിനക്ക് 32 വയസ്സായില്ലേ? ഹായ്. അനീന്ന് പറഞ്ഞ ആത്മാർത്ഥതയാണ് ഒരു പെർഫെക്റ്റ് പ്ലെയർ. നിങ്ങളെ ആകാശത്ത് നിന്നിട്ട് ഇറങ്ങി ബാക്കി നമുക്ക് പിന്നെ പറയാം. അഭിലാഷിന്റെ കുടുംബം ഇവിടെ വന്നുകൂടിയവരാണ്. അതിന്റെ ഒരു ഗിഫ്റ്റില്ലായ്മ ഓൻക്കുണ്ട്. പക്ഷെ അവൻ നല്ല പ്ലെയറാ. ഗ്രൗണ്ടിലെ സ്റ്റെപ്പിനെയാണ് കിഷോർ. ചിന്നമ്മന്റെ സിസ്റ്റർ മോനെ. കിഷോറിനേക്കായി നല്ല പ്ലെയർ മോന്റെ മരുമോനായ കുട്ടാപ്പിയാണ്. ബോളിംഗ് ബോളിംഗ് രൗണ്ട് തുപ്പലട. ആടാ, കമോൺ കമോൺ. ലെറ്റ്സ് ബോൾ. അങ്ങനെ ഒരു ലോകത്തേക്കാണ് പുതിയൊരു സ്റ്റാർ ജനിക്കുന്നത്. എവിടെ നോക്കണേ? എൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തോന്നും ബോളിങ്ങിൽ പിന്നിലാണെന്ന്. ബോളിങ്ങിനെ കുറിച്ച് പറയാത്താണല്ലേ. എൻ്റെ മതിൽ കെട്ടി കണക്കെയുള്ള ഫീൽഡിങ് കാരണം ഗ്രൗണ്ടിൽ എല്ലാവരും എന്നെ എന്താ വിളിക്കാന്നറിയോ? ഭീകരൻ. ഒരു മിനിറ്റ്. അതെ, സ്നേഹം കൊണ്ടാന്നറിയാം, എന്നാലും ആ ഭീകരാന്നുള്ള വിളി വേണ്ട കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പേരല്ലേ, ഒരു അഭിമാനല്ലേ? വേണ്ട വേണ്ട വേണ്ട.